ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹിളാ സംഗമവും അല്പസമയത്തിനകം തുടങ്ങും. എസ് വിജയകുമാർ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. വിജയകുമാർ, പ്രധാനമന്ത്രി എപ്പോഴേക്കെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്? പ്രവർത്തകരൊക്കെ എത്തിക്കഴിഞ്ഞുവോ ഇതിനോടകം തന്നെ? ഹാഷ്മി, പ്രധാനമന്ത്രി 2:30-ക്ക് ശേഷം, അതായത് 3 മണിക്ക് മുമ്പ് ഇവിടെ കുട്ടനെല്ലൂരിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അദ്ദേഹം പിന്നീട് ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് റോഡ് ഷോയായി നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൂടെ, ഈ റോഡിലൂടെ കടന്നു പോകും. 1 കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡിന് ഇരുഭാഗത്തുമായി കാത്തു നിൽക്കുന്ന പ്രവർത്തകർ ഈ റോഡ് ഷോ എത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 12:30-1 മണിയോടുകൂടി ഇവിടേക്ക് ഇങ്ങനെ പ്രവർത്തകർ, വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ എത്തിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അവരെ കൊണ്ട് ഈ റോഡിന്റെ ഈ പ്രധാനപ്പെട്ട 1 കിലോമീറ്റർ പരിസരം, അതിന്റെ ഇരുഭാഗവും നിറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെക്കേ ഗോപുരനട, മണികണ്ഠനാൽ, നടുവിലാൽ, ആ മേഖലയിലൂടെ ജനറൽ ആശുപത്രി പരിസരത്തു നിന്ന് തുടങ്ങി തെക്കേ ഗോപുരനട വഴി നടുവിലാലിലൂടെ, മണികണ്ഠനാലിലൂടെ ഇവിടെ സമ്മേളനം നടക്കുന്ന വേദി വരെ അദ്ദേഹം റോഡ് ഷോ ആയി സഞ്ചരിക്കും. ഈ പ്രദേശത്ത് പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിന്, അഭിവാദ്യം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡുകൾ ഉയർത്തി അവിടെ തയ്യാറാക്കി ആളുകളെ, പ്രവർത്തകരെ ഇരുഭാഗത്തുമായി നിർത്തിയിരിക്കുകയാണ്. റോഡിന്റെ ഇരുഭാഗത്തേക്കും ആളുകൾ ഒതുങ്ങി നിൽക്കണം എന്നതാണ് ഏറ്റവും ഒടുവിൽ SPG നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരെ കൊണ്ട് ഇതിനോടകം തന്നെ ഈ പ്രദേശമാകെ നിറഞ്ഞിട്ടുണ്ട്. സമ്മേളന വേദിയിൽ സ്ത്രീ മഹിളാ ശക്തി സമ്മേളനമാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് എത്തിയിരിക്കുന്ന പ്രവർത്തകർ ആ വേദിയിൽ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 2 ലക്ഷം പ്രവർത്തകരെ ആ വേദിയിൽ എത്തിക്കും, ആ സമ്മേളനത്തിൽ എത്തിക്കുമെന്നതാണ് BJP സംസ്ഥാന ഘടകം ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. വലിയ ആസൂത്രണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ പ്രവർത്തകരുടെ ഒഴുക്ക് ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇവന്റായി ഈ സമ്മേളനത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സംസ്ഥാന ഘടകം അല്ലെങ്കിൽ തൃശൂർ ജില്ലാ നേതൃത്വമൊക്കെ വലിയ പരിശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഇതിനോടകം തന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയോടുകൂടി ഇവിടേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയിരുന്നു. അവരെ നിയന്ത്രിച്ച് പല ഭാഗങ്ങളിലായി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. വനിതാ പ്രവർത്തകർ സമ്മേളന വേദിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് അവർ സമ്മേളിക്കേണ്ടത്. അവിടേക്ക് മറ്റുള്ളവരെ അനുവദിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്കൊപ്പം 7 പേരാണ് വേദിയിൽ ഉണ്ടാവുക. BJPയുടെ മറ്റു നേതാക്കൾ ആരും വേദിയിൽ ഉണ്ടാവില്ല. പ്രധാനമന്ത്രിയും 7 തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയും ചെയ്യും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രസംഗമാണ്. അദ്ദേഹം ഈ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വളരെ സജീവമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്താറുള്ള നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള രാഷ്ട്രീയ മറുപടിയും ഈ വേദിയിൽ പ്രധാനമന്ത്രി നൽകും എന്നാണ് BJP സംസ്ഥാന ഘടകമൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറെക്കുറെ അത് തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു എന്ന മട്ടിൽ തന്നെയാണ് ഇവിടെ പ്രചാരണമൊക്കെ നടക്കുന്നത്. പലയിടത്തും ചുവരെഴുത്തുകൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടതാണ്. നരേന്ദ്രമോദി ഔദ്യോഗികമായി അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല. കാരണം BJPയുടെ പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കുമെന്ന സൂചന ഈ വേദിയിൽ പ്രധാനമന്ത്രി നടത്തും എന്നത് പൊതുവെ BJP നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പരാമർശങ്ങൾ, വിവാദങ്ങളോടൊക്കെയുള്ള മറുപടി ഒക്കെ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ആകെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്തായാലും ആ പ്രസംഗത്തിന്റെ തുടർച്ചയിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി പ്രതികരണങ്ങൾ, ബാക്കി പ്രചാരണ പരിപാടികളിൽ ഒരു സംശയമില്ല. അങ്ങനെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രധാനമന്ത്രി നടത്തുകയാണെങ്കിൽ എന്തായാലും കാത്തിരുന്നാണ് പ്രധാനമന്ത്രി വരാൻ പോകുന്നത് തൃശ്ശൂരെ അല്പസമയത്തിനകം. ആകാശ് ജോമോൻ ചോദിക്കുന്നു, ആഷ്മി പാൻസ് എവിടുന്നാണ് വാങ്ങിക്കുന്നത്? ഇതാണെങ്കിൽ ഇത് നമ്മുടെ സ്യൂട്ടിന്റെ പാൻറ്റാണ്, ഇത് സ്യൂട്ടിനോട് തയ്പ്പിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.